കസ്റ്റമേഴ്സും ഡിഫറെന്റ് ആണല്ലോ. ഈ ഒരു കസ്റ്റമർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കുറച്ച് ടൈം എടുത്ത് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ പെർഫെക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എന്തൊക്കെയാ വേണമെന്നുള്ളത് ആൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ആളിനെ ഇങ്ങോട്ട് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ആദ്യം മണ്ടേ തന്നെ അയക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ പറ്റാത്തതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അന്ന് പറ്റിയില്ല. പിന്നെ അടുത്ത മണ്ടയാണ് കേട്ടോ അയക്കാന്ന്. ആൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഇതായിരുന്നു ആള്. പിന്നെ നമ്മള് പ്രൊഡക്റ്റിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചപ്പോൾ ആള് നന്നായിട്ട് കൂളായി. അതുപോലെ കുറച്ച് മോട്ടിവേഷൻസ് ഒക്കെ തന്നു. ബിസിനസ് ആവുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിട്ടില്ല. ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആള് സഹകരിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ ഫിയാൻസിക്ക് വേണ്ടിയുള്ള ചെയ്തിട്ടുള്ള ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു. ഒരു മുസല്ല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഖുറാന്, ഒരു പ്രയർ ഡ്രസ്സ്, അതുപോലെ തന്നെ ആള് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഷ് കാർഡും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രത്യേക പ്രിഫറൻസ് ആയിരുന്നു ഒരു ചെറിയൊരു മിനി ബൊക്കറ്റും കൂടി ആഡ് ചെയ്യുന്നത്. അത് നമ്മുടെ മാക്സിമം അടിപൊളിയാക്കിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതുപോലെ നമുക്ക് കുറേ ഒത്തിരി അടിപൊളി കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്യുന്നത്. നമുക്ക് മോട്ടിവേഷൻ, നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ പരിഹരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ഹെൽപ്പ് ചെയ്യുന്ന നല്ല നല്ല കസ്റ്റമേഴ്സ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെയാണ് കുറേ പേര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പോൾ അത്രേ ഉള്ളൂ.